സംസ്ഥാനത്തെ സഹകരണ മേഖലയെ പിടിച്ചുലച്ച ബാങ്ക് തട്ടിപ്പിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ഈ മാസം 22-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPIM BJP അംഗങ്ങൾ നാമനിർദ്ദേശം സമർപ്പിച്ചു. CPIM പ്രവർത്തകർക്ക് അംഗത്വം കൂടുതലുള്ള ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ നേരത്തെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. ED, ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളും ഹൈക്കോടതിയിൽ കേസും തുടരുന്നതിനിടയിലാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിക്ക് കീഴിലായിരുന്നു 5 വർഷക്കാലം ബാങ്കിന്റെ പ്രവർത്തനം. ഇക്കാലത്തിനിടയിൽ പരാതിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബാങ്കിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താനും കഴിഞ്ഞു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. 1 മാസം മുൻപ് വിജ്ഞാപനം ഇറങ്ങിയതോടെ ബാങ്ക് ഭരണം വീണ്ടും പിടിക്കാനുള്ള നീക്കം CPIM ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ മത്സരം BJPയും CPIMഉം തമ്മിലായി. ഇരു പാർട്ടികളുടെ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശം നൽകുക കൂടി ചെയ്തതോടെ വാശിയേറിയ പോരാട്ടമാകും തെരഞ്ഞെടുപ്പിൽ നടക്കുക. ഈ കരുവന്നൂരിലെ കൊള്ളക്കാരത്ത് CPM ആണ്. ആ CPMനെ വീണ്ടും ഏൽപ്പിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ നാടിനെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് CPMനെ ഭരണം ഏൽപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി സഹകാരികളും മറ്റു നിഷ്പക്ഷമതികളും ഒക്കെ തന്നെ BJP സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും NDA മുന്നോട്ട് വയ്ക്കുന്ന പാനൽ തീർച്ചയായിട്ടും വിജയിക്കും എന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. 13,000-ഓളം വോട്ടർമാരുള്ള ബാങ്കിൽ 13 സീറ്റുകളിലേക്കാണ് മത്സരം. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നമ്പാട്ട്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് BJP അംഗങ്ങൾ മത്സരത്തിനൊരുങ്ങുന്നത്. CPIM ജില്ലാ കമ്മിറ്റി അംഗവും DYFI ജില്ലാ പ്രസിഡന്റുമായ RL ശ്രീലാൽ, പൊറത്തിശ്ശേരി ലോക്കൽ സെക്രട്ടറി RL ജീവൻലാൽ എന്നിവർ CPIM പാനലിനെ നയിക്കും. കരുവന്നൂർ ബാങ്ക് വീണ്ടും അതിൻ്റെ ഏറ്റവും നല്ല കാലത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരണം എന്ന് ജനങ്ങൾ ഒന്നാകെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഫെബ്രുവരി മാസം 22-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫലം. 2011 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് മുൻ CPIM പ്രവർത്തകനായ A. സുരേഷാണ് ആദ്യം പരാതിപ്പെടുന്നത്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് പോലീസിനെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിനൊപ്പം EDയും കേസിൽ ഇടപെട്ടതോടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് CPIMന് വൻ തിരിച്ചടിയായിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.